സോണിയാഗാന്ധി പറയുകയാണ് മോദി ഇസ്രായേലിൽ പോയിട്ട് ആ സന്ദർശനം കഴിഞ്ഞ് വെറും 48 മണിക്കൂറിനുള്ളിൽ ഖമനേയിയെ ഇസ്രായേൽ തീർത്തു. അപ്പോൾ അതൊരു സംശയകരമായ കാര്യമാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. സാർ, നമ്മളിത് എങ്ങനെ കാണണം? സോണിയാഗാന്ധിയിലല്ലേ? അതെ, സോണിയാഗാന്ധിക്ക് ഈ പറഞ്ഞതുപോലെ ഉപദേശം നൽകിയവരുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. കാരണം ഇപ്പോൾ CIA ആണെങ്കിലും അതല്ലെങ്കിൽ CIA ഉപരി മൊസാദ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഇത്രയും സൂക്ഷ്മമായിട്ട് രഹസ്യങ്ങൾ സൂക്ഷിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നൊരു സംഗതി വേറെയില്ല. ആര് മൊസാദിനെ കുറിച്ച് CIA കടത്തിവിട്ടുന്നൊരു ഏജൻസിയാണ്. അപ്പോൾ നമ്മൾ ഈ പിന്നെ ഇസ്രയേലിൽ പോയിട്ടും മോദി അവിടുത്തെ പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന നെതന്യാഹുവിനെയും അവിടുത്തെ പാർലമെൻറ്ററിയൻസിനെയും കാണുന്ന സമയത്ത് ഒരു 48 മണിക്കൂറിനകം യുദ്ധത്തിന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടോ അപ്പോൾ? അതെ അല്ലേ? അങ്ങനെ തീരുമാനിച്ച ഒരു നെതന്യാഹുവിനെയും പാർലമെൻറ്റ് അംഗങ്ങളെയാണോ നമ്മൾ കണ്ടത് ഇവിടെ? അല്ല. അപ്പോൾ ഇത് നെതന്യാഹുവും അതല്ലെങ്കിൽ അതേപോലെ ഒന്നോ രണ്ടോ വ്യക്തികളും മൊസാദും മറ്റുമൊക്കെ അല്ലാതെ അത് അറിയേണ്ടവർ മാത്രം അറിഞ്ഞിട്ട് നടക്കുന്ന ഒരു ഓപ്പറേഷനാണത്. ഇപ്പോൾ മാർക്ക് റൂബിയോ ഇപ്പം ഇന്ന് പറഞ്ഞേക്കുന്നത് എന്താണ്? ഇസ്രായേൽ അടിക്കും, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ചേർന്നാണെന്നാണ് പറയുന്നത്, അല്ലേ? അതൊന്നും ശരിയൊന്നുമല്ല. കാരണം ഇസ്രായേലും അമേരിക്കയും രണ്ടായിട്ടൊന്നും കാണാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഇത് ഇപ്പം മോദി അത് അറിഞ്ഞിട്ടുണ്ട് എന്ന് അറിഞ്ഞിരുന്നു എങ്കിൽ ഒരു കാരണവശാലും മോദി പോവില്ല. നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസി ഇതിനെക്കാട്ടിയൊക്കെ ഭയങ്കര മികവിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു മോഡി പോവില്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ സോണിയാഗാന്ധി നടത്തിയിരിക്കുന്ന പ്രസ്താവനയുടെ പിന്നിൽ മോഡിയെ ഒന്ന് വെട്ടിലാക്കുക, കിട്ടുന്ന അവസരങ്ങൾ എന്തും ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഉപദേശം നൽകുന്ന KC വേണുഗോപാലിൻ്റെയും മറ്റുള്ളവരുടെയൊക്കെ ഒരു രീതി എന്ന് പറയുന്നത്. സാർ, പക്ഷേ ഈ അർത്ഥശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പരിഹാസ്യരാവുകയല്ലേ ചെയ്യുക? അല്ല, അത് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം പിന്നെ ഇന്ത്യ ഗവൺമെൻറ് ഒരു പ്രത്യേക ട്രിക്കി സിറ്റുവേഷനാണ് എത്തിയിരിക്കുന്നത്. കാര്യം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പുതിയ പോളിസി എന്ന് പറയുന്നത് നോൺ അലൈൻമെൻ്റ് അല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ശശി തരൂർ വിദേശകാര്യ സഹമന്ത്രിയായിരുന്നപ്പം അദ്ദേഹം ഈ വിദേശ പിന്നെ നമ്മുടെ അംബാസഡർമാരും മറ്റ് രാജ്യങ്ങളിലെ പ്രതിനിധികളൊക്കെ ഉള്ള ഒരു സമ്മേളനത്തിൽ ഇദ്ദേഹമാണ് ആദ്യം അവതരിപ്പിക്കുന്നത് മൾട്ടി അലൈൻമെൻ്റ് ആയിരിക്കണം നമ്മളുടെ ഒരു നയം എന്നുള്ള സംഗതി. അതാണ് ഇപ്പോൾ അതേപടിയാണ് ഇപ്പോൾ BJP സർക്കാർ, മോദി സർക്കാർ നടപ്പാക്കുന്നത്. അന്ന് ശശി തരൂർ അഡ്രസ്സ് ചെയ്ത മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒരു പിന്നെ നമ്മളുടെ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു ആര്? എസ് ജയശങ്കർ. അപ്പോൾ ഇപ്പോഴും എസ് ജയശങ്കറും ശശി തരൂരും എല്ലാം തമ്മിൽ വളരെ ചർച്ചകളൊക്കെ നടത്തിയിട്ടൊക്കെയാണ് രാജ്യത്തിൻ്റെ നിലപാടുകളൊക്കെ സ്വീകരിക്കുന്നത്. ശശി തരൂർ ഇതിനകത്തൊരു അഭിപ്രായം നടത്തിയിട്ടുണ്ടോ? നടത്തിയിട്ടില്ല. അതിനർത്ഥം ശശി തരൂർ നാളെ BJP-യിലേക്ക് പോകാൻ പോവുകയാണെന്ന് അല്ല. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ താല്പര്യമാണ് നമ്മളിപ്പോൾ ഇപ്പോൾ ജിയോ പൊളിറ്റിക്സ് മാറി മറിയുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് തോന്നുന്ന കണക്കുള്ള വൈകാരിക പ്രക്ഷോഭങ്ങളൊന്നും പറ്റത്തില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടി വരും. ഉദാഹരണത്തിന് ശരിയാണ്, പിന്നെ ഇസ്രായേലിൽ പോയി 48 മണിക്കൂറിന് മുമ്പ് നമ്മൾ അവിടെ പോയിട്ട് ഭയങ്കരമായിട്ട് സൗഹൃദമൊക്കെ കാണിച്ചു, അവരും കാണിച്ചു, അല്ലേ? അതൊക്കെ ഏറ്റുവാങ്ങി 48 മണിക്കൂറിന് മുമ്പ് ഇവിടെ അടി തുടങ്ങി. അത് 24 മണിക്കൂർ ആവുന്നതിന് മുമ്പ് ഖമേനിയും വധിച്ചു കഴിഞ്ഞു, അല്ലേ? അപ്പം ഇത്ര ഒരു സാഹചര്യത്തിൽ എന്നിട്ട് ഇറാൻ സകല ഗൾഫ് കൺട്രിയെയും 9 രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്തു. എൻ്റെ ഒരു സംശയം എൻ്റെ ഇവിടെ ചോദിച്ചോട്ടെ, നമ്മൾ ഇപ്പോൾ ഈ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ കൃത്യമായിട്ട് എങ്ങനെയാണ് എത്ര ദിവസം, എത്ര മാസം, എത്ര മണിക്കൂറുകൾ ഇവർ എങ്ങനെയാണ് CIA, മൊസാദ് ഉൾപ്പെടെയുള്ള ഏജൻസികളെല്ലാം ഇത് സ്പോട്ട് ചെയ്തിരുന്നത്, നിരീക്ഷിച്ചിരുന്നത് എന്നെല്ലാം വിവരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു പ്രതിപക്ഷത്തിൻ്റെ അടുത്തേക്ക് ഈ വിവരങ്ങൾ എത്തിക്കാണുമെന്നല്ലേ വിചാരിക്കേണ്ടത്? അല്ല, അതാണ് പറഞ്ഞത്. പിന്നെ സോണിയാഗാന്ധിക്ക് നമ്മളുടെ സെൻറ്റിമെൻറ്റ്സ് മനസ്സിലാക്കാൻ പറ്റും. ഒരു രാഷ്ട്രീയ പ്രവർത്തകയ്ക്കും രാഷ്ട്രീയ പ്രവർത്തകൻ ആർക്കാണെങ്കിലും വേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് ഉപദേശം കൊടുക്കുന്നവർക്ക് വേണ്ടത്, ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയാണോ സംസാരിക്കുന്നത്, അതോ
നമ്മളുടെ രാഷ്ട്രീയ പ്രതിയോഗിയെ രാഷ്ട്രത്തിനെ ബാധിക്കുന്ന ഒരു വിഷയം എടുത്തിട്ട് അടിക്കണോ എന്നുള്ള പ്രശ്നം വരുന്നുണ്ട്. ഇവിടെ ഈ ഒരു പ്രതികരണത്തിനകത്ത് സോണിയാഗാന്ധിക്ക് പറ്റിയ അപകടം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ താല്പര്യത്തെ മാറ്റി നിർത്തിയിട്ട് മോദിയെ അല്ലെങ്കിൽ BJP സർക്കാരിനെ അടിക്കാൻ കിട്ടിയ ഒരു വടി എന്ന നിലയിൽ ഒരടി കൊടുക്കാൻ തീരുമാനിച്ചു. കാരണം എന്താണ്? ഒരു ഖമേനിയുടെ വധത്തിനകത്ത് ശക്തമായി അപലപിക്കാത്തത് തെറ്റാണെന്ന് പറയുന്നു. അപ്പം അതുകൊണ്ടാണ് ഈ കോൺഗ്രസ്സിന് ഈ ദിനംതോറും ഇങ്ങനെ മെലിഞ്ഞു വരാൻ കാരണം അതാണ്. കാരണം ഖമേനിയുടെ വധത്തിൽ പ്രതിഷേധിച്ചിട്ട് ജമ്മു കാശ്മീരിൽ പ്രതിഷേധം നടന്നു. നമ്മുടെ മലബാർ ഭാഗത്തും കോഴിക്കോടാണെന്ന് തോന്നുന്നു, കോഴിക്കോടും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. അതോടൊപ്പം തന്നെ ഇപ്പം ഇറാനിലും നടക്കുന്നുണ്ട് ഇത് എന്താ പ്രകടനങ്ങൾ. ഖമേനിയുടെ വധത്തെ ആഘോഷിച്ചുകൊണ്ടൊരു സമൂഹം നടക്കുന്നുണ്ട്. അവിടെ വലിയ വിപ്ലവങ്ങളുണ്ട്, പിന്നെ മുന്നേറ്റങ്ങൾ നമ്മൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയല്ലേ. കഴിഞ്ഞ 2 മാസം മുമ്പല്ലേ ഏതാണ്ട് 1000-ലേറെ ആൾക്കാർ വെടിവെച്ച് വന്നത് ഇവിടെ. സർ, അപ്പോഴും ഈ കോൺഗ്രസ് ഒക്കെ എടുക്കുന്ന ഒരു കാര്യം, അപ്പൊ അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ ഇത് ഈ രാഷ്ട്രത്തിന്റെ താല്പര്യവും മനസ്സിലാക്കാതെ ഇത് ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിനെ തങ്ങൾക്ക് അനുകൂലമാക്കാമെന്ന് പറയുന്ന ഒരു സങ്കുചിത താല്പര്യമാണ് സോണിയാഗാന്ധിയെ. എത്ര വിഡ്ഢിത്തരമായിട്ടുള്ള അത് കാര്യം. വിഡ്ഢിത്തരമാണ്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കാൻ വന്നത്, ഇപ്പോൾ ഇവർ പറയും BJP ഹിന്ദു വർഗീയ പാർട്ടിയാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഇറാനിൽ ഉണ്ടായിരുന്നത് ഒരു മതഭരണകൂടമാണ്. തീർച്ചയായിട്ടും അവിടെ എല്ലാം അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന പൂർണ്ണമായിട്ടും ഒരു മതപരമായിട്ടുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ തലവനെ, അതും അതായത് പ്രസിഡന്റ് പോലുമല്ല, മതപരമായിട്ടുള്ള പരമോന്നത സ്ഥാനത്തിരുന്ന ഒരാളെ കൊലപ്പെടുത്തിയപ്പോൾ ഇവിടെയുള്ളവർ കണ്ണീരൊഴുക്കുന്നു എന്ന് പറയുമ്പോൾ അതിലും ഒരു വൈരുദ്ധ്യമല്ലേ? അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞ ഇത്തിരി കൂടെ ഒരു വളരെ അവധാനതയോടുള്ള പ്രതികരണത്തിൻ്റെ ആവശ്യമോടെ വരുന്നത്. അത് നമ്മുടെ രാജ്യം ചെയ്തു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് അമേരിക്കയാണ് ചെയ്തിരിക്കുന്നത്. അമേരിക്ക ചെയ്ത നടപടി ശരിയാണോ? അല്ല, ഒരിക്കലും നമുക്കതിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് വെനിസുലയിൽ പോയിട്ട് അവിടെ ഉറങ്ങിക്കിടക്കുന്ന രാജാവിനെ പിടിച്ച് പൊക്കിയെടുത്തുകൊണ്ട് ജയിലിലിട്ടു. നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അമേരിക്കയുടെ സാമ്രാജ്യത്വ സ്വഭാവം ഉറപ്പാക്കുന്നതിനും അവർക്ക് എവിടെയെല്ലാം ആൾക്കാരെ കഴിഞ്ഞ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം എൻ്റെയും പ്രജിതയുടെയും ഉൾപ്പെടെ ജീവിതത്തിനെയും നമ്മളെ വരാനിരിക്കുന്ന തലമുറയുടെയും ജീവിതത്തെ വളരെ ദോഷകരമായി സ്വാധീനിക്കുന്ന ഒട്ടേറെ നടപടികളുടെ മുമ്പോട്ട് പോയി മുന്നേറിയ രാജ്യമാണ് അമേരിക്ക. അത് നമ്മൾ കാണാതിരിക്കരുത്. അപ്പം ട്രംപും ഇസ്രയേലും കൂടെ അവിടെ ചെയ്തത് ഇപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ തലവനെ, അത് ആ രാജ്യത്തിൻ്റെ എന്ത് തന്നെയാണെങ്കിലും ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിയെ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥരുമായിട്ട് ചേർന്നിരുന്ന് മീറ്റിംഗ് കൊടുക്കുമ്പം അവിടെ സ്പോട്ട് ചെയ്ത് അവരെ മുഴുവൻ കൊല്ലുക എന്ന് പറയുന്ന നടപടി നമുക്കൊരിക്കലും ഒരു ഒരു സാമാന്യമായ എന്താ വെച്ചാൽ സാംസ്കാരിക മൂല്യങ്ങളിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിന് ന്യായീകരിക്കാൻ പറ്റത്തില്ല. അതേ സമയത്ത് അവിടെ ഇദ്ദേഹം ഒരു മതരാഷ്ട്രമാക്കി അവിടുത്തെ സകല സ്വാതന്ത്ര്യങ്ങളെ അടിച്ചമർത്തി അവിടുത്തെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാതെയും അവിടെ വളരെയധികം ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു ഭരണാധികാരിയാണ് അദ്ദേഹം, അതും സംശയമില്ല കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഇത്തരം ചില സന്ദർഭങ്ങളിൽ അവിടെ ഖമേനിയുടെ ഒരു മുസ്ലിം ഐഡൻറ്റിറ്റിയെ മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ പ്രതികരണം ചെയ്യാൻ പാടില്ല. സോണിയാഗാന്ധിക്ക് പറ്റിയ അപകടം അവിടെയാണ്. അപ്പോൾ ഇന്ത്യയുടെ പല താല്പര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഹോർമൂസ് കടലിൽ അടച്ചു. ഇനിയിപ്പോൾ എണ്ണ ഗതാഗതം നടക്കത്തില്ല. ഇപ്പം തന്നെ എണ്ണയുടെ വില വല്ലാണ്ട് കയറി അല്ലേ? അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേട്ടത് റഷ്യയിൽ നിന്ന് വീണ്ടും എണ്ണ വാങ്ങാനായിട്ടുള്ള നടപടികളുടെ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു രാജ്യത്തിൻ്റെ താല്പര്യത്തെ മുൻനിർത്തി ഒരു രാഷ്ട്രത്തിനെ നയിക്കുന്നവർക്ക് എടുക്കേണ്ട തീരുമാനങ്ങളാണ് എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ രാഷ്ട്രത്തിൻ്റെ താല്പര്യത്തിന് ഏതെങ്കിലും രീതിയിൽ ദോഷമാകുന്ന രീതിയിലുള്ള ഒരു നിലപാട് പരസ്യമായിട്ട് ചിലപ്പം പ്രഖ്യാപിക്കേണ്ടവരെ ആലോചിച്ച് തീരുമാനിച്ചെടുത്തിട്ടുണ്ടാവും. ഉദാഹരണത്തിന് നമ്മുടെ 1 കോടി ആൾക്കാരാണ് ഗൾഫ് മേഖലയിൽ കിടക്കുന്നത് അല്ലേ? അപ്പോൾ ഇപ്പം ഖമേനി എല്ലാ ഗൾഫ് മേഖലയിലും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ഇപ്പം 3 നേവി ഉദ്യോഗസ്ഥർ ഒമാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവിടെ ഖമേനിയുടെ ഈ ആക്രമണത്തിനെതിരെ സൗദി അറേബ്യയും മറ്റുള്ള രാജ്യങ്ങളൊക്കെ പരസ്യമായ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ ഖമേനിയുടെ കൊലപാതകത്തിന് നഖശിഖാന്തം അപലപിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാണ്? അപ്പോൾ അങ്ങനെ പല ഘടകങ്ങളും നമ്മളിങ്ങനെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ താല്പര്യം എങ്ങനെ, നമ്മുടെ ഇവിടുത്തെ 1 കോടി ജനങ്ങൾ ആ ഭാഗത്ത് താമസിക്കുന്നുണ്ട്, അവരുടെ സുരക്ഷ എങ്ങനെ നമുക്ക് ഉറപ്പാക്കണം,
അതോടൊപ്പം തന്നെ ഈ അവിടെയുള്ള രാജ്യങ്ങൾ ഇപ്പം നമ്മൾ ഇസ്രായേലിൽ പോയി, അത് രാഷ്ട്രത്തിൻ്റെ താല്പര്യം അനുസരിച്ചിട്ടായിരിക്കും പോയിരിക്കുന്നത് അല്ലേ. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെയുള്ള ഡ്രമാറ്റിക് ആയ ഒരു ട്വിസ്റ്റ് വരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിനെ നമ്മൾ ബാലൻസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഇപ്പം നമ്മൾ നേരിടുന്ന ക്രൈസിസാണ്, ആ ക്രൈസിസിനകത്ത് നമ്മൾ വിമാന സർവീസുകൾ നിർത്തലാക്കുന്നു. ഇപ്പം തന്നെ KP ഉണ്ണികൃഷ്ണൻ മരിച്ചു. അപ്പോൾ അദ്ദേഹം പണ്ട് ഗൾഫ് വാർ സമയത്ത് സദ്ദാം ഹുസൈനുമായിട്ട് നേരിട്ട് ചർച്ച നടത്തിയിട്ട് ഒരു ഉറപ്പ് വാങ്ങി, ഇന്ത്യൻ വിമാനങ്ങളെ ആക്രമിക്കില്ല. അങ്ങനെ KP ഉണ്ണികൃഷ്ണൻ ആ കാലഘട്ടത്തിൽ ഇറാഖിലേക്ക് പോയി, നേരിട്ട് പോയി അവിടെ വന്ന് KP ഉണ്ണികൃഷ്ണൻ്റെ കണ്ണ് കെട്ടി സദ്ദാം ഹുസൈനുള്ള എവിടെയാണോ ഇരിക്കുന്നത് ആ സ്ഥലത്ത് പോയി സദ്ദാമുമായിട്ട് നേരിട്ട് ചർച്ച നടത്തി നമ്മൾ ആ മേഖലയിലുണ്ടായിരുന്ന ഇന്ത്യക്കാരെയും കൊണ്ട് ആ യുദ്ധത്തിൻ്റെ അന്തരീക്ഷത്തിൽ രക്ഷപ്പെടുത്തി. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ പല നമ്മൾ കാണാത്ത ചില ഒരുപാട് സംഗതികളൊക്കെ നടക്കും. കാര്യം അവിടെയൊക്കെ നമ്മൾ രാഷ്ട്രത്തിൻ്റെ താല്പര്യം എന്നാണ്. രാഷ്ട്രത്തിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഓരോ വ്യക്തിയുടെയും ജീവനും അവരുടെ സുഖകരമായ ജീവിതമൊക്കെ രാഷ്ട്രത്തിൻ്റെ താല്പര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളെ മുൻനിർത്തി മാത്രമേ ഈ നടപടികൾ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന നിലപാട് എനിക്ക് തോന്നുന്നു വളരെ ഒരു അവധാനതയോടുകൂടിയുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. ക്രൈസിസിനെ അവർ മാനേജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ദുബായിൽ നിന്നൊക്കെ ഫ്ലൈറ്റ് ഇങ്ങോട്ട് വന്നു, നമ്മൾ വിചാരിക്കണ്ടോ സുപ്രഭാതത്തിൽ അങ്ങ് തുറന്നു വിട്ടാൽ ബാക്ക് ഡോർ വർക്കുകൾ ഒരുപാട് നടക്കും ഇതിനകത്ത് അല്ലേ. അപ്പോൾ ഹോർമൂസ് കടലെടുക്ക് അടച്ചു എന്ന് പറയുന്നു. ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ ഇപ്പം ചബഹാർ പോർട്ട് തുറമുഖം ഇറാൻ്റെ തുറമുഖമാണ്. അത് ഇറാനും ഇന്ത്യയും തമ്മിലാണ് ഒന്നിച്ചാണ് അത് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇറാൻ ഇന്ത്യയുടെ സൗഹൃദ രാജ്യമാണ് അല്ലേ. അപ്പോൾ അവിടെയും നമ്മൾ നമ്മുടെ താല്പര്യമാണ് നോക്കുന്നത്, രാഷ്ട്രത്തിൻ്റെ താല്പര്യവും നമ്മുടെ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റുമാണ് അവിടെ നമ്മൾ കണക്കിലെടുക്കേണ്ട സംഗതി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ എടുത്തിട്ട് വേണം നമ്മൾ ഇത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ രാഷ്ട്രത്തിനോട് ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ രാജ്യത്തിനകത്തുള്ള നേതാക്കന്മാർ എടുക്കേണ്ട നിലപാട് രാഷ്ട്രത്തിൻ്റെ താല്പര്യത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് എടുക്കണം. സോണിയാഗാന്ധിക്ക് അത് കൊടുക്കാൻ പറ്റില്ല. സോണിയാഗാന്ധിക്ക് രാഷ്ട്രത്തിൻ്റെ താല്പര്യത്തെ പിന്നിലാക്കി മാറ്റി കിട്ടിയ ഒരു വടിയെടുത്ത് അടി കൊടുക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ട് സാർ, കഴിഞ്ഞ ദിവസം ഒരു ക്ലിപ്പിംഗ് കണ്ടു. രാജ്ദീപ് സർദേശായി എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുണ്ട് യായിർ ലാപ്പിഡ് ഐ തിങ്ക്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അതായത് ഇപ്പോൾ ഇസ്രായേലിൽ നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള ആശയപരമായിട്ടുള്ള ഭരണപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. പക്ഷേ ഇറാനെതിരായ നിലപാട് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ സുരക്ഷയെ സംബന്ധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും എന്നുള്ളതാണ്. സത്യത്തിൽ ആ മാധ്യമപ്രവർത്തകൻ്റെ വായടഞ്ഞു പോയി. തീർച്ചയായിട്ടും. ഉദാഹരണത്തിന് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്തും ഈ സമയത്തും ശശി തരൂരിൻ്റെ നിലപാടുകൾ ഒരു കോൺഗ്രസിൻ്റെ നിലപാടായിരിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ശശി തരൂരിൻ്റെ നിലപാടാണ്. ശശി തരൂർ വ്യക്തമായിട്ട് പറഞ്ഞു, രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്, നമ്മുടെ എല്ലാവരുടെയും കാഴ്ചപ്പാടാകൊണ്ടാണ്. പക്ഷേ ഇവിടെ സോണിയാഗാന്ധിക്ക് ഉപദേശം നൽകിയവർക്ക് ആ ഒരു കാഴ്ചപ്പാടില്ലാതെ വെറും സങ്കുചിതമായ, മാത്രവുമല്ല BJPയെ പോലെ അല്ലെങ്കിൽ മോദിയെ പോലെ ഒരു ഭരണാധികാരിയോ ഭരണകൂടത്തെ അടിക്കുന്ന സമയത്ത് ശക്തിയുള്ള വടി കൊണ്ടടിക്കണം. അത് ആദ്യം ഒരു പ്രാഥമികമായ ഒരു അറിവാണ്. വെറുതെ നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് പച്ച എന്നുള്ള സാധനം ഉണ്ടാവില്ല പണ്ടുണ്ടായിരുന്നു, അതിൻ്റെ വടിയെടുത്ത് ഒന്നുമില്ലെങ്കിൽ ഒരു കുറഞ്ഞ പക്ഷെ ഒരു പുളിങ്കമ്പെങ്കിലും വെട്ടി അടിക്കാൻ നോക്കണം. ഇതിപ്പോ നോവെങ്കിലും ചെയ്യണം. അതുമില്ല, അടിച്ചു കഴിഞ്ഞാൽ വടി ഒടിഞ്ഞു പോകുന്ന സാധനമാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ വടി വെച്ച് അടിച്ചു കഴിഞ്ഞാൽ അടി കൊള്ളുന്നതിന് നോവത്തുമില്ല, പക്ഷെ വടി ഒടിഞ്ഞു പോവുകയും ചെയ്യും. അതാണ് ഇപ്പം ഈ സോണിയാഗാന്ധിയുടെ ഈ ഒരു ആക്രമണത്തിൽ സംഭവിച്ചിരിക്കുന്നത്.